ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +2 മലയാളം +2 പബ്ലിക് എക്സാം ഇങ്ങടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മലയാളം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റുകളിൽ നിന്നുള്ള 1-2 ചാപ്റ്റേഴ്സ് സെറ്റാക്കുന്ന വീഡിയോസാണ്. അതിനകത്തേക്ക് മക്കൾക്ക് സ്വാഗതം. പാഠഭാഗം മുഴുവനായിട്ട് വിവരിക്കുന്ന പ്രോസസ്സ് പണ്ടേ നമുക്കില്ല. പാഠസംഗ്രഹം നമ്മൾ അങ്ങ് തരും, ചോദ്യോത്തരങ്ങളും സെറ്റാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് ഒരുപാട് സമയം ചെലവഴിക്കാതെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സെറ്റാക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ മാധ്യമ വിചാരം എന്ന ഒരു പാഠഭാഗവും നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന മറ്റൊരു പാഠഭാഗവും ഒരുമിച്ച് പരിശോധിക്കുന്നു. കാരണം രണ്ടിനെയും പൊതുവായ ഒരു സ്ട്രക്ചറിൽ പരിശോധിച്ചാലേ ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അങ്ങനൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് നോക്കാം. പാഠസംഗ്രഹം ഇങ്ങനെയാണ്. സമകാലിക സമൂഹത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് മാധ്യമങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറകളെ അത് പ്രായമായവരെന്നോ ചെറുപ്പക്കാരെന്നോ മധ്യവയസ്കരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ല, എല്ലാവരും സാമൂഹിക മാധ്യമങ്ങളിൽ മുഴുകി നിൽക്കുകയാണ്. ചിന്തകളെയും ആവിഷ്കാരങ്ങളെയും നിയന്ത്രിക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിയും. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കണം എന്ന് തീരുമാനിക്കാൻ ഇന്ന് മാധ്യമങ്ങളാണ്. നമുക്കൊരു പ്രതിഷേധം ഉണ്ടാക്കിയെടുക്കാൻ, അതായത് നിലവിൽ പ്രതിഷേധമില്ലാത്തൊരു വസ്തുവിനെ എതിരെ പ്രതിഷേധം ഉണ്ടാക്കിയെടുക്കാൻ മാധ്യമങ്ങൾ വിചാരിച്ചാൽ കഴിയും. ചർച്ചാ വിഷയമല്ലാതെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ചർച്ചാ വിഷയമാക്കി എടുക്കാൻ ആര് വിചാരിച്ചാൽ സാധിക്കും? മാധ്യമങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ ചിന്തകളെയും ആവിഷ്കാരങ്ങളെയും നിയന്ത്രിക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് മാധ്യമ പഠനം, അപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. പരമ്പരാഗത മാധ്യമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതോടൊപ്പം ഇൻ്റർനെറ്റ് സാധ്യതകളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ലേഖനമാണ് 80കളുടെ മധ്യത്തിൽ എഴുതിയ VR പ്രബോധചന്ദ്രൻ്റെ മാധ്യമ വിചാരം. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പരമ്പരാഗത മാധ്യമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശത്തോടൊപ്പം തന്നെ പരമ്പരാഗത മാധ്യമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതോടൊപ്പം ഇൻ്റർനെറ്റ് സാധ്യതകളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ലേഖനമാണ് 80കളുടെ മധ്യത്തിൽ, ഏകദേശം 1980 കാലഘട്ടങ്ങളിൽ. അതുകൊണ്ടാണ് അവിടെ നിന്നുപോയത് VR പ്രബോധചന്ദ്രൻ്റെ മാധ്യമ വിചാരം എന്ന ലേഖനം. എന്നാൽ ഇന്നത്തെ നവമാധ്യമങ്ങളെയും അവയുടെ സാധ്യതകളെയും താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സമൂഹത്തെ അവതരിപ്പിക്കുന്ന ലേഖനമാണ് VK ആദർശിൻ്റെ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും. 80കളിൽ ഇൻ്റർനെറ്റ് കടന്നു വരുന്ന സമയത്തുള്ള അഭിപ്രായമാണെങ്കിൽ, നവമാധ്യമങ്ങൾ, ഇന്നത്തെ ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ സമൂഹത്തെ, അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന സമൂഹത്തെ അവതരിപ്പിക്കുന്ന ലേഖനമാണ് VK ആദർശിൻ്റെ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും. സെറ്റാണല്ലോ? ഓക്കെ. പത്രം, റേഡിയോ, TV എന്നിവ പരമ്പരാഗതമായി ജനങ്ങൾ ആശ്രയിച്ചു വരുന്ന മാധ്യമങ്ങളാണ്. നമുക്കറിയാം, വക്താക്കൾക്കല്ലാതെ ശ്രോതാക്കൾക്ക് കാര്യമായി ഇടപെടാൻ പറ്റാത്ത ഇവ സ്വന്തം നിലപാട് തറയിൽ നിന്നുകൊണ്ട് പ്രേക്ഷകരോട് സംവദിക്കുന്നവയാണ്. ആരാണോ വാർത്ത പറയുന്നത് അവർ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള താല്പര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനുള്ള സ്പേസ് എവിടെ ഉണ്ടാവില്ല? നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യം. ഓക്കെ. ഇനി നിലപാട് തറയുന്നതുകൊണ്ട് പ്രേക്ഷകരോട് സംവദിക്കുന്നതാണ്. എന്നാൽ അതിനകത്ത് കൂട്ടിച്ചേർക്കലോ തിരുത്തലോ സാധ്യമല്ലാത്ത വിധം രാഷ്ട്രീയവും മതപരവുമായി ഉറച്ചു നിൽക്കുന്നവയാണ് പരമ്പരാഗത മാധ്യമങ്ങൾ. ഇവയെ ആശ്രയിക്കുമ്പോൾ സമൂഹം നിഷ്ക്രിയനായ ഒരു ഉപഭോക്താവ് മാത്രമാണ്. ഒരു TV കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണുക എന്നല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്താനോ നമ്മുടേതായിട്ടുള്ളൊരു വിമർശനം രേഖപ്പെടുത്താനോ ഒന്നും എന്തില്ല, TVക്കകത്തോ റേഡിയോക്കകത്തോ പത്രങ്ങൾക്കകത്തോ സാധ്യമല്ല. എങ്കിലും അഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് ഇന്നും പരമ്പരാഗത മാധ്യമങ്ങൾ. എന്നാലും ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ
ആരെ കൊണ്ട് സാധിക്കാറുണ്ട്? പരമ്പരാഗത മാധ്യമങ്ങളെ കൊണ്ട്. ഏതൊക്കെ പരമ്പരാഗത മാധ്യമങ്ങൾ? പത്രം, റേഡിയോ, TV എന്നിവയാണ്. ഇനി ഗുണവും ആകർഷകത്വവും ഒന്നിച്ചു കൊണ്ടുപോകാനാവുക എന്നത് പരമ്പരാഗതമായ മാധ്യമങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. ഗുണം കൂടുമ്പോൾ ആകർഷണം കുറയുകയും ആകർഷണം കൂടുമ്പോൾ ഗുണം കുറയുകയും ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. പരസ്യങ്ങൾ നമ്മുടെ ഇത്തരത്തിലുള്ള TV മറ്റുള്ള മാധ്യമങ്ങളുടെ ഒക്കെ ഒരു അനിവാര്യ ഘടകമാണ്. എല്ലാ പരസ്യങ്ങളും നൽകുന്നത് അതിശയോക്തിപരമായ വിവരണങ്ങളാകണമെന്നില്ല. അപ്പോൾ കൂടുതൽ പരസ്യങ്ങളും അതിശയോക്തിയാണ്, അല്ലേ? സോപ്പ് തേച്ചാൽ വെളുത്ത് പാറുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു അതിശയോക്തിയാണ്. നമ്മൾ തേച്ച് നോക്കാറുണ്ട്, വെളുത്ത് പാറാറൊന്നുമില്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്? നിൽക്കാറുള്ളത്. അപ്പോൾ പക്ഷേ എല്ലാ പരസ്യങ്ങളും അങ്ങനെയല്ല. എല്ലാ പരസ്യങ്ങളെയും നമ്മളത് ഓടിച്ചു കളയാനുള്ള കാരണം അത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ് സുരക്ഷ തുടങ്ങിയ സർക്കാർ വക പരസ്യങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാണ്. അത് ഗുണപ്രദമായ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാറുള്ളൂ? അവതരിപ്പിക്കാറുള്ളൂ. ഇനി സൈബർ ഇടങ്ങളിലെ സ്വതന്ത്ര ആവിഷ്കാരത്തിനുള്ള സ്ഥലങ്ങളെ നവമാധ്യമങ്ങൾ എന്ന പോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളെന്ന് വിശേഷിപ്പിക്കാനാവും. ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളെ നമുക്ക് സാമൂഹിക മാധ്യമങ്ങൾ എന്നും വിശേഷിപ്പിക്കാം. കാരണം ഇവയിൽ പത്രലേഖകനും പത്രാധിപരും വായനക്കാരനും ഒക്കെ ഒന്നായിത്തീരുന്നു. അത് സമൂഹം ഏറ്റെടുത്ത മാധ്യമങ്ങളായതുകൊണ്ടാണ് നമുക്ക് ചുരുക്കം പറയാം. കാരണം പത്രലേഖകൻ, അല്ലേ, യൂട്യൂബിനകത്ത് ഒരു വാർത്ത കൊടുക്കുന്നത് ആരായിരിക്കും? ഒരു സമൂഹത്തിലുള്ളൊരു വ്യക്തിയാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? കമൻറ്റുകൾ രേഖപ്പെടുത്താം. പത്രാധിപർ, വായനക്കാരനൊക്കെ ഒന്നായിത്തീരുന്നു. വാർത്തകൾ സുതാര്യമാകുന്നു. എപ്പോൾ വേണമെങ്കിലും പ്രതികരിക്കാനും ചോദ്യം ചെയ്യാനും ഇടപെടാനും സാധ്യമാകുന്ന വിവരവിനിമയ സാധ്യതകൾ സമൂഹത്തിന് ഈ നവമാധ്യമങ്ങളിലൂടെ കിട്ടുന്നുണ്ട്, അല്ലേ? നവമാധ്യമത്തിൽ ഒരു ബസ്സിനകത്തുള്ള സംഭവം നമ്മുടെ മുന്നിലൊക്കെ ഒരു പെൺകുട്ടി കാണിച്ചു തന്നു. പക്ഷെ ആളുകളെല്ലാവരും അത് കണ്ട് മിണ്ടാതിരിക്കുകയാണോ ചെയ്തത്? അല്ല, പ്രതികരിക്കേണ്ട രൂപത്തിൽ പലരും എന്ത് ചെയ്തു? പ്രതികരിച്ചു. അതിര് കടന്ന് ചിലർ പ്രതികരിച്ചു. ആ പ്രതികരണത്തിൻ്റെ ഫലമായിട്ട് ആ ന്യൂസ് ഇട്ട ആള് തെറ്റോ ശരിയോ എന്നുള്ളത് പിന്നീട് നമുക്ക് ആലോചിക്കാം. ന്യൂസ് ഇട്ട ആൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ജയിലിനകത്ത് വരെ കിടക്കേണ്ടി വന്നു. വിവരങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് നിസ്സംശയം പറയാനാവില്ലെങ്കിലും സങ്കല്പങ്ങൾക്ക് പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കുന്നവയല്ലെങ്കിലും സംശയങ്ങളും ദുരുപയോഗവുമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങൾക്ക് ഇന്ന് സാമാന്യ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. സെറ്റാണല്ലോ? ഇത്രയുമാണ് പാഠസംഗ്രഹം. ഇനി നോക്കുക, നവമാധ്യമം എന്ന വിളിപ്പേരിനേക്കാൾ ഉചിതം സാമൂഹിക മാധ്യമം എന്നതാകുന്നു. ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എഴുതുക. നവമാധ്യമം എന്ന് വിളിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം സാമൂഹിക മാധ്യമം എന്നതാകുന്നു. ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എഴുതുക. എന്താണ്? ഈ മാധ്യമങ്ങളുടെ പ്രധാന ലക്ഷ്യം ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും സാമൂഹികമായ ആശയവിനിമയം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ സാമൂഹിക മാധ്യമം എന്നത് കൂടുതൽ അനുയോജ്യമാണ്. ആദ്യത്തെ പോയിന്റ് ഓർക്കുക. ഈ മാധ്യമങ്ങളുടെ പ്രധാന ലക്ഷ്യം ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും സാമൂഹികമായ ആശയവിനിമയം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ സാമൂഹിക മാധ്യമം എന്നത് കൂടുതൽ അനുയോജ്യമാണ്. വെറുമൊരു പുതിയ സാങ്കേതിക വിദ്യ എന്നതിലുപരി ഉപയോക്താക്കൾ തന്നെയാണ് ഇതിലെ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നതും പങ്കുവെക്കുന്നതും. അതുകൊണ്ട് ഇത് സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു. സാമൂഹിക മാധ്യമം എന്നതിന് വേറൊരു പോയിന്റ് എന്താണ്? വെറുമൊരു പുതിയ സാങ്കേതിക വിദ്യ, നവമാധ്യമം എന്നതിലുപരി ഇതാരാ പ്രവർത്തിപ്പിക്കുന്നത്? മുഴുവൻ സമൂഹത്തിലുള്ള ആളുകളാണ്. ഉപയോക്താക്കൾ തന്നെയാണ് ഇതിലെ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നത്. കണ്ടന്റ് ഇടുന്നത് ആരാണ്? ഉപയോക്താക്കളാണ്. പങ്കുവെക്കുന്നത്, ഷെയർ ചെയ്യുന്നത് ആരാണ്? ഉപയോക്താക്കളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു. ഇനി സാങ്കേതിക വിദ്യ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ നവ അല്ലെങ്കിൽ ന്യൂ എന്നത് കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ടെക്നോളജി ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നവസാങ്കേതിക വിദ്യ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ സാമൂഹിക എന്ന വാക്ക് അവയുടെ അടിസ്ഥാന സ്വഭാവത്തെ എക്കാലവും വ്യക്തമാക്കുന്നു. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ നവമാധ്യമം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സാമൂഹിക മാധ്യമം എന്നാണ്. നോക്കുക,
ഈ മാധ്യമങ്ങളുടെ പ്രധാന ലക്ഷ്യം ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും സാമൂഹികമായ ആശയവിനിമയം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ സാമൂഹിക മാധ്യമം എന്നത് കൂടുതൽ അനുയോജ്യമാണ്. സെറ്റാണല്ലോ. ഇനി വെറുമൊരു പുതിയ സാങ്കേതിക വിദ്യ എന്നതിലുപരി ഉപയോക്താക്കൾ തന്നെയാണ് ഇതിലെ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നതും പങ്കുവെക്കുന്നതും. ഇത് സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത്, സാങ്കേതിക വിദ്യ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ നവ അല്ലെങ്കിൽ എന്നത് കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കുറച്ച് കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല അല്ലേ. പണ്ട് നമുക്കൊരു ഓർക്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ഫേസ്ബുക്കൊക്കെ വരുന്നതിന് മുൻപ്, വാട്സപ്പ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സാധനമാണ് ഓർക്കൂട്ട്. ഇപ്പോൾ ഓർക്കൂട്ട് ഉണ്ടോ? ഇല്ല, ഓർക്കൂട്ടേ ഇല്ല എന്നായി പറയും. കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ സാമൂഹിക എന്ന വാക്ക് അവയുടെ അടിസ്ഥാന സ്വഭാവത്തെ എക്കാലവും വ്യക്തമാക്കുന്നു. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ നവമാധ്യമം എന്ന വിളിപ്പേരിനേക്കാൾ ഉചിതം സാമൂഹിക മാധ്യമം എന്നതാകുന്നു. 2020-22 ചോദ്യപേപ്പറുകളിൽ പ്രത്യക്ഷപ്പെട്ട ചോദ്യമാണിത്. സെറ്റാക്കി വെച്ചോളുക. ഓക്കെ, ഈ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നവമാധ്യമങ്ങളും മാതൃഭാഷയും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോഴത്തെ സാമൂഹിക മാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ വന്നപ്പോൾ മാതൃഭാഷയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഭാഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഈ വിഷയത്തെക്കുറിച്ച് ഒരു 4 മാർക്കിൻ്റെ ചോദ്യം എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വരാം. നവമാധ്യമങ്ങളും മാതൃഭാഷയും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. സൈബർ ഇടങ്ങളിലെ സ്വതന്ത്ര ആവിഷ്കാരത്തിനുള്ള സ്ഥലങ്ങളാണല്ലോ നവമാധ്യമങ്ങൾ. ആളുകൾക്ക് ചുമ്മാ കയറിയിട്ട് അപ്ലോഡ് ചെയ്യാനും ചുമ്മാ കയറിയിട്ട് അഭിപ്രായം പറയാനും പറ്റുന്ന സ്ഥലമാണല്ലോ സൈബർ ഇടങ്ങൾ. ബഹുസ്വരതയുടെ ശക്തിയും ദൗർബല്യവും ഒരേ സമയം വെളിപ്പെടുത്തുന്നതാണ് നവമാധ്യമങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷ എന്ന് പറയുന്നത്. നവമാധ്യമങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷ അത് ഏറ്റവും വൈകാരികമായി പ്രയോഗിക്കപ്പെടുന്ന മാതൃഭാഷാ രൂപമാണ്. എഡിറ്റിങ്ങിന് പ്രസക്തി ഇല്ലാത്തതിനാൽ ഇരുത്തം എന്ന ഭാഷ എന്ന സങ്കല്പത്തിന് അതീതമാണത് അല്ലേ. യൂട്യൂബിനകത്ത് ഞാനിങ്ങനെ ബസ് കയറിയിട്ട് ഒരാൾ കാണിക്കുന്ന വിക്രസ് എങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് പിന്നെ എഡിറ്റ് ചെയ്ത് വിടാൻ കഴിയോ? ഇല്ല. സ്പോട്ടിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. എഡിറ്റിങ്ങിന് പ്രസക്തി ഇല്ലാത്തതിനാൽ ഇരുത്തം എന്ന ഭാഷ എന്ന സങ്കല്പത്തിന് അതീതമാണത്. പരമ്പരാഗത മാധ്യമ ഭാഷകളുടെ വാർപ്പ് മാതൃകകളെ തകർത്തെറിയുന്ന സാധാരണക്കാരൻ്റെ ഭാഷയാണിത്. അവിടെ ഒരു മാനക ഭാഷയൊന്നുമില്ല. ഓരോരുത്തർ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെയായിരിക്കും പലപ്പോഴും യൂട്യൂബിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ യാതൊരു മിനുക്കുപണികളുമില്ലാതെ ജീവിതത്തിൽ നിന്നവ സൈബർ ലോകത്തെ മാധ്യമങ്ങളിലേക്ക് കടന്നു കയറുന്നവയാണ്. ഭാഷയുടെ മാനക സങ്കല്പത്തെ മാറ്റിമറിച്ചുകൊണ്ട് മാതൃഭാഷയിലെ പ്രാദേശിക ഭേദങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ അതിശക്തമായിട്ട് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. സാധാരണ രീതിയിൽ TV കാണുമ്പോൾ ടി വിയിൽ ന്യൂസ് വായിക്കുന്ന ആളുടെ വാർത്ത, ആ ഭാഷ കാസർഗോഡുള്ളവനും തിരുവനന്തപുരത്തുള്ളവനും പാലക്കാടുള്ളവനും കണ്ണൂരുള്ളവനും വടകരയുള്ളവനും തൃശ്ശൂരുള്ളവനൊക്കെ എന്ത് ചെയ്യും, മനസ്സിലാവും. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ വടകരക്കാരനും കാസർഗോഡുകാരനും തിരുവനന്തപുരത്തുകാരനും പാലക്കാടുകാരനും തൃശ്ശൂരുകാരനും ഒക്കെ അവൻ്റെ ഭാഷയിലാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഷകൾക്കൊരു പ്രചാരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. വ്യക്തിയിൽ നിന്ന് സ്വാഭാവികമായി മാധ്യമ പ്രവർത്തകനിലേക്ക് മാറുമ്പോൾ സാധാരണക്കാരൻ്റെ മാതൃഭാഷയുടെ കലർപ്പില്ലാത്ത ഉപയോഗമാണ് ഇവിടെ സംഭവിക്കുന്നത്. പുതിയ മാധ്യമങ്ങൾ സൃഷ്ടിച്ച ജനാധിപത്യ പരിസരത്തിന് പ്രാദേശിക ഭാഷയുടെ ഉപയോഗം നൽകുന്ന ശക്തി ചെറുതല്ല. സെറ്റാക്കിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരസ്യങ്ങളെയും പ്രചാരണ യത്നങ്ങളെയും ഒന്നടങ്കം അവിശ്വസനീയമെന്നും അനഭിലഷണീയമെന്നും പരിഗണിക്കുന്നത് അത്ര ശരിയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ പരസ്യങ്ങളെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കുറച്ചെങ്കിലും പരസ്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പല തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും അത് മോശമാണെന്ന് കരുതി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റിവെക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? പരസ്യങ്ങളും പ്രചാരണ യത്നങ്ങളും മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഘടകവും വിഭവങ്ങളുമാണ്. മാധ്യമങ്ങളിലെ അനിവാര്യ ഘടകങ്ങളാണിവ. അതിശയോക്തി ഇല്ലാത്ത പരസ്യവും പ്രചാരണവും വളരെ വിരളമാണ്. ഈ അതിശയോക്തിയുടെ മേമ്പടി ഉള്ളതുകൊണ്ട് തന്നെ പരസ്യങ്ങളെയും പ്രചാരണ യത്നങ്ങളെയും ഒന്നടങ്കം അവിശ്വസനീയമെന്നും അനഭിലഷണീയമെന്നും പറഞ്ഞ് പലപ്പോഴും തള്ളിക്കളയാറുണ്ട്. ആവശ്യമില്ലാത്ത തള്ളലാണ് പരസ്യങ്ങൾ. ആ തള്ളൽ കാരണം നാട്ടുകാരും ഇപ്പം എന്ത് ചെയ്യാറില്ല, പരസ്യം കാണാറില്ല. എന്നാൽ
എല്ലാ പരസ്യങ്ങളും പ്രചാരണ യത്നങ്ങളും അതിശയോക്തിപരമായ വിവരങ്ങളാവണമെന്നില്ല. ഉദാഹരണത്തിന് ശുചിത്വ പാലനം, രോഗപ്രതിരോധം, പുകവലിയുടെയും മദ്യപാനത്തിൻ്റെയും ദോഷഫലങ്ങൾ, ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടതിൻ്റെയും കൃത്യമായി നികുതി അടക്കേണ്ടതിൻ്റെയും ആവശ്യകത, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിൽ പരസ്യങ്ങളും പ്രചാരണങ്ങളും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇവയെ അതിശയോക്തിപരമായവ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതില്ല. സെറ്റാക്കി വെച്ചോളുക. ദെൻ നെക്സ്റ്റ്, നവമാധ്യമങ്ങളുടെ പ്രചാരത്തിനിടയിലും അച്ചടി മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പ്രസ്താവന ശരിയാണോ? വ്യക്തമാക്കുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, മറ്റു സാധനങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മുടെ പത്രം തുടങ്ങിയിട്ടുള്ള അച്ചടി മാധ്യമങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഇത് എന്താണ്? ഈ പ്രസ്താവന ശരിയാണോ? വ്യക്തമാക്കുക. നോക്കുക, നവമാധ്യമങ്ങളുടെ പ്രചാരത്തിനിടയിലും അച്ചടി മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന പ്രസ്താവന ശരിയാണ്. അച്ചടി മാധ്യമങ്ങൾക്ക് പൊതുവെ നവമാധ്യമങ്ങളെക്കാൾ വിശ്വാസ്യത കൂടുതലാണ്. അച്ചടി മാധ്യമങ്ങൾക്ക്, അതിൻ്റെ കാരണം എന്താണ്? അച്ചടി മാധ്യമങ്ങൾക്ക് പൊതുവെ നവമാധ്യമങ്ങളെക്കാൾ വിശ്വാസ്യത കൂടുതലാണ്. വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കൃത്യമായ പരിശോധനകൾ നടക്കാറുണ്ട്. കാരണം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കൃത്യമായ പരിശോധനകൾ നടക്കാറുണ്ട്. അച്ചടി മാധ്യമങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനങ്ങളും ലേഖനങ്ങളും നൽകുന്നു. അച്ചടി മാധ്യമങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനം, ലേഖനങ്ങൾ നൽകുന്നു. ഇത് വായനക്കാർക്ക് സമഗ്രമായ അറിവ് നൽകാൻ സഹായിക്കുന്നു. ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും അച്ചടി മാധ്യമങ്ങൾ ലഭ്യമാണ്. അടുത്തത്, അതിന് പ്രചാരം കിട്ടാനുള്ള കാരണം എന്താണ്? ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും അച്ചടി മാധ്യമങ്ങൾ ലഭ്യമാണ്. നവമാധ്യമങ്ങളിലെ വാർത്തകൾ പെട്ടെന്ന് മാറുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യാം. നവമാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു വാർത്ത വിടും, അല്ലേ, ഫിലിം സ്റ്റാർ ഇന്ന ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട്, കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ആ സാധനം എന്തുണ്ടാവില്ല, നമുക്ക് വിട്ട ആളിൽ ഉറവിടത്തിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടാകും. നവമാധ്യമങ്ങളിലെ വാർത്തകൾ പെട്ടെന്ന് മാറുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യാം. എന്നാൽ അച്ചടി മാധ്യമങ്ങളിലെ വിവരങ്ങൾ സ്ഥിരമായി നിലനിൽക്കുന്നു. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ നവമാധ്യമങ്ങളുടെ പ്രചാരത്തിനിടയിലും അച്ചടി മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാം. സെറ്റാണല്ലോ. നവമാധ്യമങ്ങളുടെ പ്രചാരത്തിനിടയിലും അച്ചടി മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന പ്രസ്താവന ശരിയാണ്. അച്ചടി മാധ്യമങ്ങൾക്ക് പൊതുവെ നവമാധ്യമങ്ങളെക്കാൾ വിശ്വാസ്യത കൂടുതലാണ്. വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കൃത്യമായ പരിശോധനകൾ നടക്കാറുണ്ട്. അച്ചടി മാധ്യമങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനങ്ങളും ലേഖനങ്ങളും നൽകുന്നു. ഇത് വായനക്കാർക്ക് സമഗ്രമായ അറിവ് നൽകാൻ സഹായിക്കുന്നു. ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും അച്ചടി മാധ്യമങ്ങൾ ലഭ്യമാണ്. നവമാധ്യമങ്ങളിലെ വാർത്തകൾ പെട്ടെന്ന് മാറുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യാം. എന്നാൽ അച്ചടി മാധ്യമങ്ങളിലെ വിവരങ്ങൾ സ്ഥിരമായി നിലനിൽക്കുന്നു. സെറ്റ്. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ 2 ചാപ്റ്ററാണ് ഒരുമിച്ച് ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തത്, പൂർത്തീകരിച്ചത്. ഓക്കെ, താങ്ക് യു.